അപ്പോൾ ഈ ഒരു SSC എന്നുള്ള പ്രിപ്പറേഷനിൽ തുടങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മാസം മെയ് മാസം 31 റിട്ടയർ ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു അവസരം ദൈവം തന്നു. അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. രാവിലെ ഞാനിപ്പോൾ പള്ളിയിൽ വന്നു. പള്ളിയിൽ അച്ഛനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പള്ളിയിലെ ജീവനക്കാരായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് കൺഗ്രാജുലേഷൻസ് എല്ലാം തന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം റേസിലെ ബിസ്റ്റോ ബെന്നിയാണ്. ബിസ്റ്റോ നമ്മുടെ 2024 SSC CHSൽ ഓൾ കേരള റാങ്ക് 1 ഓൾ ഇന്ത്യ റാങ്ക് 8 നേടിയ ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ ബിസ്റ്റോയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബിസ്റ്റോ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ബിസ്റ്റോയെ കുറിച്ചൊന്ന് പറയാമോ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? എൻ്റെ പേര് ബിസ്റ്റോ ബെന്നി. ഞാൻ ഇപ്പോൾ CHSL 2024 റിസൾട്ട്സിൽ എനിക്ക് ഓൾ കേരള റാങ്ക് 1 കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രിവാൻഡ്രം റേസിൽ ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബർ 2023. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, പിന്നെ അനിയൻ ആണുള്ളത്. അപ്പച്ചൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ അമ്മച്ചി ഒരു അക്ഷയ സെൻറ്റർ നടത്തുകയാണ്. പിന്നെ അനിയൻ ഇപ്പോൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ബിസ്റ്റോ ഏത് ഇയറിലാണ് നമ്മുടെ ട്രിവാൻഡ്രം റേസിൽ ജോയിൻ ചെയ്തത്? ഞാൻ 2023 സെപ്റ്റംബറിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. സെപ്റ്റംബർ 4 ബാച്ചായിരുന്നു. ബിസ്റ്റോ ഇപ്പോൾ ഒരു SSC പ്രിപ്പറേഷൻ ജേണിയിലേക്ക് വരാനുള്ള ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ PG പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നോ, അതോ ഒരു ഗവൺമെന്റ് സെക്ടറിൽ ജോലി തന്നെയായിരുന്നു ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ PG ചെയ്ത്, ഞാൻ പഠിച്ചത് BSc അഗ്രികൾച്ചർ, അപ്പോൾ PG ചെയ്ത് അതിൻ്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എനിക്ക് കൂടുതൽ അതായത് ഒരു ജോലി വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ഗവൺമെൻറ് എക്സാംസ് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ അതിൽ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. ബാങ്ക് ഉണ്ട്, PSC ഉണ്ട്, SSC ഉണ്ട്. അപ്പോൾ എനിക്ക് അതൊരു കൺഫ്യൂഷനായിരുന്നു ഏതിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോൾ SSC കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ SSCയിലേക്ക് വന്നത്. ബിസ്റ്റോ ഇപ്പോൾ നേടിയിരിക്കുന്നത് വെച്ചാൽ CHSL ഓൾ കേരള റാങ്ക് 1 ആണ്, ഓൾ ഇന്ത്യ റാങ്ക് 8. അതൊരു ചെറിയൊരു നേട്ടമല്ല. ബിസ്റ്റോ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു റിസൾട്ട്? ഇല്ല, ഞാൻ ഒരിക്കലും ഇത്രയും നല്ലൊരു റാങ്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ CHSLൻ്റെ ആൻസർക്ക് വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടും എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയും നല്ലൊരു റാങ്ക് ഓൾ ഇന്ത്യ 8 ഒക്കെ കിട്ടും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ബിസ്റ്റോയുടെ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? ഇത് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. CHSL ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒന്നാമത്തെ റാങ്കാണ് നേടിയിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ആ ഒരു? ശരിക്കും റിസൾട്ട് വന്നതിൽ പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ഒട്ടും റാങ്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു. ബിസ്റ്റോയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 1ാം റാങ്ക് ഓൾ കേരള മേടിക്കാന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു ഡെയിലി? ഞാൻ ഡെയിലി ഒരു 8 മണിക്കൂർ വെച്ച് പഠിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും 8 മണിക്കൂർ ഞാൻ പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ എല്ലാ ദിവസവും പറ്റണമെന്നില്ല. ചില ദിവസം 6 മണിക്കൂർ, ചിലപ്പോൾ 7 മണിക്കൂർ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ടൈം അതിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ മൊബൈൽ ഫോണോ അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയതുകൊണ്ടാണ് എനിക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പോൾ എത്ര നാളത്തെ പ്രിപ്പറേഷന് ശേഷമാണ് ഈ ഒരു റിസൾട്ടിലേക്ക് വന്നത്? എനിക്ക് ഇതിപ്പോൾ ഒരു 1.5 വർഷമായിരുന്നു. ഞാൻ സെപ്റ്റംബർ 23 ജോയിൻ ചെയ്യുന്നത് റേസിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 1.5 വർഷം കൊണ്ടാണ് എനിക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ പറ്റിയത്. ഇപ്പോൾ പ്രിപ്പറേഷനിലേക്ക് വന്ന സമയത്ത്, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഗവൺമെൻറ് ജോബിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ആ ഒരു റെസ്പോൺസ്? ഇപ്പോൾ അവർ ഹയർ സ്റ്റഡീസിൻ്റെ കാര്യമാണോ അവർ പറഞ്ഞതോ ബിസ്റ്റോയുടെ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യായിരുന്നു? എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട്? വീട്ടുകാർ എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പൊക്കോളൂ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാമെന്നാണ് വീട്ടുകാർ എന്നോട് പറഞ്ഞത്. പിന്നെ ഹയർ സ്റ്റഡീസ് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. അതാണ് പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഈ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പാരൻസും ഇതുപോലെ ഫ്രണ്ട്സൊക്കെ? എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ്? പാരൻസും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും പിന്നെ നാട്ടുകാരായാലും എല്ലാവരും ഒരുപാട് അനുമോദനങ്ങളും, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിസ്റ്റോയുടെ ആ ഒരു ചേഞ്ച് ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്തുള്ളതും ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമുള്ള, ഇപ്പോൾ സെൽഫായിട്ട് നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. ഇപ്പോൾ പറഞ്ഞായിരുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല, ഇത്രയും വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം ആ സമയത്തുള്ള ബിസ്റ്റോയും ഇപ്പോഴുള്ള വിഷയം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് തോന്നുന്നത്? ഞാൻ ഈ SSC ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇനി ഹയർ സ്റ്റഡീസിന് പോയാൽ മതിയായിരുന്നു, ഞാനെടുത്ത തീരുമാനം ശരിയാണോ എന്നൊക്കെ. പക്ഷേ
ആ ഒരു ഡൗട്ട് പിന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കുറച്ചുകൂടി കൂടി വന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നൊരു ഇത് വന്നു. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള ജോലിയാണ് ബിസ്റ്റു ആഗ്രഹിച്ചത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ബാങ്ക് എക്സാംസ് ഉണ്ട്, SSC ഉണ്ട്, PSC ഉണ്ട്, ഒരു ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ SSC തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു റീസൺ, എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? ഞാൻ SSC ചൂസ് ചെയ്യാൻ കാരണം ഇപ്പോൾ PSCനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് SSCയുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ SSC ആണ് കുറച്ചും കൂടി ഒരു എളുപ്പം ഇൻ ദ സെൻസ് എല്ലാ വർഷവും കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട്, കൂടുതൽ വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ SSC കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ SSC തന്നെ തിരഞ്ഞെടുത്തത്. ബിസ്റ്റു SSCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു പ്രിപ്പറേഷൻ, ഇതിപ്പോൾ അതുപോലെ ആയിരുന്നെങ്കിൽ എക്സാം അടുക്കുമ്പോൾ പഠിച്ചു തുടങ്ങുന്നത്, തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ചൂടായിരിക്കില്ല എക്സാം അടുക്കുമ്പം ഉണ്ടാവുന്നത്. അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എക്സാമിലേക്ക് അടുക്കുമ്പോൾ ആ ഒരു നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമ്മളെ കൊണ്ട് പറ്റുമോ, ഇപ്പോൾ ഇത്ര സമയത്തുള്ളിൽ എല്ലാം പഠിച്ച് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ക്ലാസ്സുകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 4-5 മണിക്കൂറേ പഠിക്കുമായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ എക്സാംസ് അടുത്ത ആ സമയത്ത് ഇപ്പോൾ ഡെയിലി മോക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒക്കെ വന്നപ്പോൾ ഒരു ഡെയിലി 8 hours നമ്മൾ പഠിക്കാറുണ്ട്. ബിസ്റ്റുടെ ഫാദർ ഇപ്പോൾ പബ്ലിക് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ ഒരു ഗവൺമെൻറ് ജോബിലേക്ക് ഒരു മോട്ടിവേഷൻ വന്നത്? അതോ സെൽഫായിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ളൊരു കരിയർ ആണെന്ന് തോന്നിയിട്ട് ചൂസ് ചെയ്തതാണോ? എങ്ങനെയാണ് ഒരു ഇതിലേക്ക് വന്നത്? അപ്പച്ചൻ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനേക്കാളും നമുക്ക് ഗവൺമെൻറ് സെക്ടർ നമുക്കൊരു സെക്യൂരിറ്റി നൽകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് സെക്ടർ തന്നെ ചൂസ് ചെയ്തത്, SSCയിലേക്ക് വന്നത്. ബിസ്റ്റു എങ്ങനെയാണ് ട്രിവാൻഡ്രം റേസിലേക്ക് എത്തി? എങ്ങനെയാണ് റേസിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ് അങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്? ആ ഒരു ജേണി എങ്ങനെയാണെന്ന് പറയാമോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് SSCക്ക് പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആദ്യം എനിക്ക് ഓഫ്ലൈനായിട്ട് കോച്ചിങ് വേണ്ട, ഓൺലൈനായിട്ട് ഏതെങ്കിലും കോച്ചിങ് എടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായി. പിന്നെ പാരൻസ് പറഞ്ഞ് ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നുള്ളൊരു ഇത് വന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഓഫ്ലൈനിൽ തന്നെ ചേരാൻ തീരുമാനിച്ചത്. പിന്നെ ഞാൻ യൂട്യൂബിലും എല്ലാം സെർച്ച് ചെയ്ത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രം വരാന്ത റേസിനെ പറ്റി അറിയുന്നത്. വരാന്ത റേസിൻ്റെ തന്നെ മെയിൻ ആദ്യത്തെ ബ്രാഞ്ച് തിരുവനന്തപുരത്താണല്ലോ. അപ്പോൾ ബെസ്റ്റ് ഫാക്കൽറ്റീസും ബെസ്റ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വന്നത്. ഞാൻ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ 1 മാസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചായിരുന്നു. റേസ് വന്ന് അന്വേഷിച്ച് ഞാൻ ഫെസിലിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. റേസിൽ വന്നതിന് ശേഷമുള്ള ബിസ്റ്റുയുടെ ആ ഒരു ജേണി, കാരണം ഇപ്പോൾ അവിടെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പം ബിസ്റ്റു അതൊക്കെ എങ്ങനെ യൂസ് ചെയ്തു? റേസിൽ വന്നതിന് ശേഷം ബിസ്റ്റുയുടെ പ്രിപ്പറേഷൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്തു? എങ്ങനെ അത് യൂസ്ഫുൾ ആയി എന്ന് പറയാമോ? ഞാൻ സെപ്റ്റംബർ 2023 ഞാൻ റേസിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 മാസം ബേസിക് സർക്കിളായിരുന്നു. ബേസിക് സർക്കിളും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും. ശരിക്കും ആ ഒരു ക്ലാസ്സുകളാണ് എനിക്ക് ഈ SSC പ്രിപ്പറേഷനിൽ ഒരു അടിത്തറയായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ +2 പഠിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് SSCയിലായാലും നമുക്ക് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസിൽ വലിയ വ്യത്യാസങ്ങളില്ല, ക്വസ്റ്റ്യൻസൊക്കെ സെയിം തന്നെ. പക്ഷേ നമ്മളെ അത് ഓരോ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറ്റംപ്റ്റ് ചെയ്യുന്ന മെത്തേഡും നമ്മളിപ്പോൾ SSC പ്രിപ്പറേഷനിൽ ആ SSC എക്സാമിന് നമ്മൾ എഴുതുന്ന മെത്തേഡും തമ്മിൽ വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. റേസിൽ എൻ്റെ മെൻറ്റേഴ്സ് അഞ്ജന മിസ്സും ഗോകുൽ സാറുമായിരുന്നു. അപ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാനും വേറെ മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പണ്ട് പഠിച്ച മെത്തേഡ് വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കുറേ ടൈം എടുക്കുന്ന മെത്തേഡ്സാണ്. അപ്പോൾ അതിനേക്കാളപ്പുറം നമുക്ക് റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മെത്തേഡ് മാത്രമല്ല വേറെ മെത്തേഡുകളുണ്ട് എന്നെനിക്ക് മനസ്സിലായത് ബേസിക് സർക്കിളിൽ നിന്നാണ്. ബേസിക് സർക്കിളിൽ തന്നെ ഇപ്പോൾ എൻ്റെ സർക്കിൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ 7 പേരാണ്. അപ്പോൾ എൻ്റെ മെത്തേഡായിരിക്കില്ല എൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് പരിചയപ്പെടാൻ എനിക്ക് ബേസിക് സർക്കിൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബേസിക് സർക്കിൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മാസം കൂടി ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലോട്ട് റേസിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ ലാബിലായാലും ലൈബ്രറിയിലായാലും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ വൈകിട്ട് ഒരു 6 മണി ആ ടൈം ആകുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വരും, റേസിൽ വന്ന് ഒന്നില്ലെങ്കിൽ ലാബിലിരിക്കും അല്ലെങ്കിൽ ലൈബ്രറി ആ ഫെസിലിറ്റി യൂസ് ചെയ്യും, മോക്ക് ടെസ്റ്റ് എടുക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ലാബും ലൈബ്രറിയും എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് വളരെ കോൺസെൻട്രേഷനോടുകൂടി എന്ന് പഠിക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് സെൽഫ് മോട്ടിവേഷൻ. അതായത് നമുക്ക് കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് ഉണ്ടോ നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, നിർത്തിയിട്ട് വേറെ പരിപാടി നോക്കിയാലോ എന്നൊക്കെ തോന്നും. അപ്പം ബിസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു ജേണി ഫുള്ള് മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ എനിക്ക് മോട്ടിവേഷൻ തന്നത് എൻ്റെ കൂട്ടുകാരാണ്. നമ്മൾ പഠനത്തിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകും. ഇപ്പോൾ പഠനത്തിൻ്റെ ആ ഒരു ഇതിലായാലും അല്ലാത്ത കാര്യങ്ങളിലായാലും നമുക്ക് പഠിക്കാനുള്ളൊരു എന്താ പറയുക, പഠിക്കണമെന്ന് തോന്നാതെ ഇരിക്കുന്ന ഒരുപാട് ടൈം ഉണ്ടാവും. പക്ഷെ അപ്പോൾ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായി. റേസിലെ കൂട്ടുകാരായാലും പിന്നെ കോളേജിൽ പഠിച്ച കൂട്ടുകാരായാലും. അപ്പോൾ അവരെന്നെ സ്ഥിരമായിട്ട് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന മോട്ടിവേഷൻ. ആ ഒരു മോട്ടിവേഷനിലാണ് എനിക്ക് റിസൾട്ട് നേടാനായത്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, ബിസ്റ്റോ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം റേസിൽ വന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം അവരെങ്ങനെയാണ് ബിസ്റ്റോട് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത്? ശരിക്കും ഞാൻ ബേസിക് സർക്കിളിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരാണ് ഇതുവരെ എൻ്റെ കൂടുതലായിട്ട് എനിക്ക് സപ്പോർട്ട് ഉണ്ടായത്. അപ്പോൾ ബേസിക് സർക്കിളിലോട്ട് എൻ്റെ സർക്കിളിലുള്ള പിള്ളേരായാലും മറ്റ് ക്ലാസ്സിലുള്ള ബാക്കിയുള്ള പിള്ളേരായാലും ഞങ്ങളെല്ലാവരും ഒരു എയിമിന് വേണ്ടി, അതായത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു ബോണ്ട് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇതിലാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. അവർ വീഡിയോ കാണുന്നുണ്ടാവും, അവരുടെ പേര് പറയണമെന്നെങ്കിൽ ബിസ്റ്റോ ഒന്ന് മെൻഷൻ ചെയ്തോ, കാരണം അവർക്കൊരു സന്തോഷം അത് കേൾക്കുമ്പോൾ. എനിക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ചിലപ്പോൾ 1-2 പേരോട് പറഞ്ഞു പിന്നെ ബാക്കിയുള്ളവർ വിട്ടുപോയി കഴിഞ്ഞാൽ അതൊരു വിഷമാവുന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ആരും പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ബിസ്റ്റോ നാട്ടിലേക്ക് വന്നല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നേട്ടം നേടിയിട്ട് വരുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ആയിരിക്കും ആൾക്കാർ നമ്മളെ കാണുന്നത്. അപ്പം ആ ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്തത്? ഞാൻ ഇന്നലെയാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ എൻ്റെ അയൽവക്കാരും ഒക്കെ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത് ഓൾറെഡി അവരെല്ലാം അറിഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ നല്ലൊരു മാർക്ക് കിട്ടി എന്നുള്ള കാര്യം. പിന്നെ ഇന്ന് രാവിലെ ഞാനിന്ന് പള്ളിയിൽ വന്നു. പള്ളിയിൽ അച്ഛനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പള്ളിയിലെ ജീവനക്കാരായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് കൺഗ്രാജുലേഷൻസ് എല്ലാം തന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ബിസ്റ്റോ ഒരുപാട് സമയം പഠിക്കുന്ന ഒരു ആളാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേറെയും ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റ്? എങ്ങനെയാണ്? ഞാൻ ഡെയിലി ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. ഡെയിലി ഇത്ര സമയം പഠിക്കണം എന്നുള്ളൊരു 8 മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ സമയം സെറ്റ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ടൈമർ ഉണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ടൈമർ ഓൺ ആക്കും. എന്നിട്ട് എത്ര സമയം ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതോടെ ഇരിക്കുമ്പോൾ വീണ്ടും ടൈമർ ഓഫ് ചെയ്ത്, അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരു ദിവസം ഒരു 8 മണിക്കൂർ തയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ ദിവസവും 8 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റാറില്ല, പക്ഷേ നമ്മൾ അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ആ കൊടുക്കുന്ന നമ്മൾ ഇരിക്കുന്ന സമയം നമുക്ക് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ മാത്രം ശ്രദ്ധിച്ചു, നമ്മുടെ മൊബൈലിനെല്ലാം മാറ്റി വെച്ചിട്ട് ആ പ്രിപ്പറേഷന് വേണ്ടി മാത്രം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ ടൈമർ ആ ഒരു ജേണിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതെ, ടൈമറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതുപോലത്തെ ഒരു ടൈമർ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും അതുപോലൊരു ടൈമർ വാങ്ങിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ആ ടൈമർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ശരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിസ്റ്റോയുടെ ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു? ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. അതിന് അവർ ടാക്കിൾ ചെയ്യുമ്പോഴാണ് അവർ സക്സസ് ആവുന്നത്. അപ്പോൾ ബിസ്റ്റോയ്ക്ക് ഉണ്ടായ ആ ഒരു ഡിഫിക്കൽട്ടി എന്തായിരുന്നു? അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? എനിക്ക് മാത്സ് ആയിരുന്നു കുറച്ച് ഒരു പാടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനത് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് മാത്സിനപ്പോൾ ഞാൻ കൂടുതൽ സമയം കൊടുത്ത് ഇപ്പോൾ ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും മാത്സിന് ഞാൻ ടൈം കൊടുക്കും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് സെക്ഷണൽ മോക്ക് ടെസ്റ്റ് മാത്സിൻ്റെ സെക്ഷണൽ കൂടുതലെടുത്ത് ആ രീതിയിലാണ് ഞാൻ മാത്സിൻ്റെ മാർക്സ് കൂട്ടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ റേസിൽ വന്നതിന് ശേഷം ഇപ്പോൾ റേസിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബിസ്റ്റോയ്ക്ക് ഇപ്പം ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത കാര്യം, റേസിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? എനിക്ക് റേസിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പായത് ബേസിക് സർക്കിളാണ്. ആ ബേസിക് സർക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓൺലൈനായിട്ടൊരു കോച്ചിങ് എടുത്താൽ നമുക്ക് ഒരിക്കലും ബേസിക് സർക്കിൾ കിട്ടിയ പോലെ ഒരു എന്താ പറയുക ഒരു പിയർ ഗ്രൂപ്പ്, നമുക്ക് ഈ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പ് എന്താ പറയുക, അത് ഭയങ്കര പവർഫുള്ളും ആയിരുന്നു. എൻ്റെ ഈ പ്രിപ്പറേഷനിൽ ഫുൾ അവരുടെ ആ സപ്പോർട്ട്, എൻ്റെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് നമ്മൾ ശരിക്കും ഒരു ഓൺലൈൻ ക്ലാസ് എടുത്താൽ നമുക്ക് ഒരിക്കലും കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് ഈ ബേസിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ബേസിക് സർക്കിളായിരുന്നു. ഇപ്പോൾ ബിസ്റ്റോ ഇപ്പോൾ ഒരുപാട് ആസ്പിറൻസ് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവും, എക്സാമുകൾ നേടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഒരുപാട് പേരോടെ ഞാൻ മത്സരിക്കുന്നത്,
അപ്പം എന്നെ കൊണ്ട് ഇതൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അവിടെയാണ് ബിസ്റ്റോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓൾ കേരള റാങ്ക് 1 നേടിയത്. അപ്പോൾ ഇങ്ങനെ ഈ ഡൗട്ടുള്ള ആസ്പിറൻസിനോട് എന്താണ് പറയുന്നത്? അപ്പോൾ ഈ ഒരു SSC എന്നുള്ള പ്രിപ്പറേഷനിൽ തുടങ്ങുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്നു എന്നുള്ളതല്ല. ഈ ഒരു ജേണി അത് എത്ര ടൈം എടുക്കും എന്നറിയില്ല. പക്ഷെ നമ്മൾ ആ ഒരു ജേണിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് തന്നെ നിൽക്കുക, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ എനിക്കിത് ഇപ്പോൾ ഓരോ ആൾക്കാർക്ക് പല ഇതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഒരു എക്സാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നതിൽ. അപ്പോൾ അതിൽ ലക്ക് ഫാക്ടറും അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതൊന്നുമല്ല കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ഒരു ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 വർഷമോ 2 വർഷമോ എത്രയായാലും നമ്മൾ ഈ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇനി എന്താണ് ബിസ്റ്റോയുടെ അടുത്ത എയിം എന്താണ്? അടുത്ത എക്സാംസ് ട്രൈ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ്? എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ CGL തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത CGL എഴുതണം, കുറച്ചും കൂടി നല്ലൊരു പോസ്റ്റിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. CGL ഇതുപോലെ ഉയർന്ന റാങ്ക് തന്നെ കിട്ടട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? ഇതാണ് എൻ്റെ അച്ഛൻ. അപ്പച്ചൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ അമ്മച്ചി അക്ഷയ സെൻറ്റർ നടത്തുകയാണ്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനിൽ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പച്ചനും അമ്മച്ചിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൂടി നിർബന്ധിച്ചിട്ടാണ് എന്നെ ട്രിവാൻഡ്രം വരാന്ത റേസിൽ എന്നെ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫ്ലൈനായിട്ട് അങ്ങനെ ഒരു കോച്ചിങ് എടുത്തത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഫ്രണ്ട് സർക്കിളും എല്ലാം ഈ ഒരു ജേണിയിൽ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ആദ്യം പറയുന്നത് അപ്പച്ചനോട് അമ്മച്ചിയോടാണ്. അപ്പോൾ അവർ എന്താ പറയുക, ഒരു ഭയങ്കര ഹാപ്പിനെസ് ആ ഒരു ഇതിലായിരുന്നു. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ അത്. അവൻ ഇവിടെ LKG തുടങ്ങി ഇവിടെ ഞങ്ങളുടെ മറിയബസ്യ പബ്ലിക് സ്കൂളിലെ ICSE സിലബസിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് വരെ അവിടെ പഠിച്ചതിന് ശേഷം 7ാം ക്ലാസ്സിലേക്ക് ഡോൺ ബോസ്കോ അങ്കമാലിയിലേക്കാണ് ICSE സിലബസിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തത്. അതിനുശേഷം +2 കൊരട്ടി LF ഇതിനകത്താണ് +2 ഹയർ സെക്കൻഡറി ചെയ്തത്. പിന്നീട് അവൻ ഐക്കറിൻ്റെ ടെസ്റ്റ് എഴുതി, ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതിയിട്ട് BSc അഗ്രികൾച്ചറിന് മധുരയിലാണ് പഠിച്ചത്. കോഴ്സെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഇനി PGക്ക് വിടണോ അതോ ഒരു ഗവൺമെൻറ് സെക്ടറിൽ എന്തെങ്കിലും ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ബിസ്റ്റോ തന്നെ അതിനകത്തൊരു ബോൾഡായ തീരുമാനം എടുത്തു. PGക്ക് പോകണില്ല, ഒരു ഗവൺമെൻറ് സെക്ടറിലേക്കുള്ളൊരു ജോലി നോക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി. അങ്ങനെയായിരിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് വാരൻ്റ് റേസിനെ പറ്റി കണ്ടതും. ഞങ്ങൾ ഒരിക്കൽ അവിടെ വന്ന് നോക്കി കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പോയി തിരുവനന്തപുരത്ത് വാരൻ്റ് റേസിൽ പോയിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുത്തത്. അങ്ങനെയായിരുന്നു അവൻ്റെ ആ ഒരു ജേണിയിൽ തുടർന്നത്. പിന്നെ റിസൾട്ട് വന്ന സമയത്ത് ഏറ്റവും ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അപ്പച്ചാന്ന് ചോദിച്ചു. അപ്പം ഹാപ്പിയാണെന്ന് ചോദിച്ചു. ഞാൻ വളരെ ഹാപ്പി ആയിപ്പോയി. നമ്മളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയം അവൻ നേടി. അതിന് വാരൻ്റ് റേസിനോടും അവിടുത്തെ മെൻറ്റേഴ്സിനോടൊക്കെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ. അവൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ അവൻ ഒരു 8-9 മണിക്കൂറൊക്കെ ഡെയിലി ഇരുന്ന് വായിക്കാറുണ്ട്. അവൻ വായനാ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്ത് എന്ത് നടക്കും എന്നുള്ളത് അവൻ ചിന്തിക്കാറില്ല. ആ രീതിയിൽ അത്ര കോൺസെൻട്രേഷൻ ചെയ്ത് അവൻ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് അവന് കിട്ടിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിസൾട്ട് വന്ന് അവൻ കേരള റാങ്കിൽ 1ാമത്തെയാണ്, ഓൾ ഇന്ത്യ റാങ്കിൽ 8ാമത്തെ റാങ്കിൽ പെട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കേട്ടവർക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നി. ബെന്നിയുടെ മകൻ അങ്ങനെ ഒരു ഇതിനകത്തേക്ക് എത്തിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സന്തോഷം ഞാൻ എല്ലാവരിലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും നമ്മളറിയാതെ തന്നെ നമുക്കിവിടെ മനസ്സിലും ഒരു എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ഫീലിംഗാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവിടം വരെ എത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു എന്നുള്ളതൊക്കെ ദൈവത്തോടും നന്ദി പറയുകയാണ് ഞാൻ. അവൻ്റെ ചെറുപ്പത്തിലുള്ള പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കൊടുത്തുള്ളത് അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മ പിന്നാലെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അമ്മച്ചിയാണ് അവൻ്റെ കരിയറിൽ കുറേയും കൂടി
ഇടപെടാറുള്ളത്. ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ചെയ്യാറില്ല. അമ്മച്ചിയാണ് അവന് മോറലായിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ടും കൊടുക്കുന്നതും അവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് കൊടുക്കുന്നത് അവൻ്റെ അമ്മച്ചി തന്നെയാണ്. ഞാനങ്ങനെ അധികം അതിനകത്ത് ഇടപെടാറില്ല. അമ്മച്ചിയാണ് അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും തെറ്റുണ്ടെങ്കിൽ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അമ്മച്ചിയാണ്. അമ്മച്ചിക്കാണ് ഇതിനകത്ത് കൂടുതൽ ഒരു അവന് വേണ്ടി എൻകറേജ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് അമ്മച്ചിയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളത് ഞാൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും തന്നെ പറയാറുണ്ട്. കാരണം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരോട് പറയാറുണ്ട്, ഞാൻ ഒരു സെക്യൂറായിട്ടുള്ള ജോലിയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവൻ പഠിച്ചു. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു 1-ാം റാങ്കിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ 1-ാം റാങ്കിലേക്ക് എത്തിയിട്ട് ഒരു ജോലി എന്നുള്ളതല്ലായിരുന്നില്ല എൻ്റെ സ്വപ്നം. അവൻ എങ്ങനെയും ജോലി വാങ്ങിക്കണം, അതിന് വേണ്ടി ഇത്തിരി കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് ഞാൻ അവനോട് എപ്പോഴും പറയാറുണ്ട്. അതായിരുന്നു എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ 40 വർഷത്തെ സർവീസ് പൂർത്തിയാവാൻ പോവാണ്. ഞാൻ ഈ മെയ് മാസം 31-ാം തീയതി റിട്ടയർ ആവും. അപ്പോൾ അതിക്ക് മുമ്പ് മകനൊരു ജോലി കിട്ടാന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ് എനിക്കത്. ഞാൻ ഈ മാസം മെയ് മാസം 31-ാം തീയതി റിട്ടയർ ആവും. അപ്പോൾ അതിന് മുമ്പായിട്ട് അങ്ങനെ ഒരു അവസരം ദൈവം തന്നു. അതിനകത്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ അമ്മച്ചി. അമ്മച്ചി ഇവിടെ അക്ഷയ സെൻറ്റർ അടുത്താണ്, ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ എൻ്റെ ഈ ജേണിയിൽ അപ്പച്ചനും അമ്മച്ചിയാണ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ചെറുപ്പം തൊട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വിജയത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് അപ്പച്ചനോടും അമ്മച്ചിയോടാണ്. അവരോടാണ് ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത്. റിസൾട്ട് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒരു ജോലി ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവൻ്റെ പ്രിപ്പറേഷനിൽ എല്ലാ കാര്യങ്ങളും അവൻ തന്നെയാണ് ചെയ്യണേ. നമ്മളതിൻ്റെ പുറത്തുനിന്നുള്ളൊരു ഹെൽപ്പ് മാത്രമേ വേണ്ടൂ. അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കാറ്. ആ ടൈമിൽ അവൻ മൊബൈൽ പോലും മാറ്റി വെച്ച് പഠിക്കുന്ന ടൈമിൽ അത് മാത്രം പഠിക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ BSc അഗ്രികൾച്ചർ കഴിഞ്ഞ് ആണല്ലോ വന്നത്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കൊക്കെ സമയം എടുക്കും. അപ്പോൾ എന്തായാലും വെറുതെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് വരേണ്ട റേസിനെ കുറിച്ച് അറിഞ്ഞതും. അവിടെ അവൻ്റെ അങ്കിളും അവൻ്റെ അപ്പച്ചനും അവനും കൂടി പോയി ആദ്യം ഒന്ന് സെൻറ്റർ വിസിറ്റ് ചെയ്തു. അവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വന്നിട്ടാണ് പിന്നീടാണ് അവിടെ പോയി ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും വീട്ടിൽ വരുമ്പോഴായാലും ഞങ്ങൾ പറയും, അഗ്രികൾച്ചറിൻ്റെ ടെസ്റ്റ് വരുമ്പോൾ ഒന്ന് നോക്കണം. അപ്പോഴും അവൻ പറയും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാം കൂടി ആണെങ്കിൽ ഒന്നും കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവൻ നോക്കിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ CHSLൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവന് നല്ല മാർക്ക് വിജയം കിട്ടിയത്. പരീക്ഷ എഴുതി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് നന്നായിട്ട് എളുപ്പമായിരുന്നു, അത്യാവശ്യം മാർക്ക് ഉണ്ടാവും, എങ്കിലും 1-ാം റാങ്കൊന്നും പ്രതീക്ഷിച്ചില്ല, എങ്കിലും ഒരു ജോലിക്കുള്ള ഒരു റാങ്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും ഒരുപാട് പ്രോത്സാഹനങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പോഴാണെങ്കിലും ഞാൻ പറയും, ഇപ്പോൾ ഇത്രയും റിസൾട്ട് വന്നു, ഇത്രയും നല്ലതായിപ്പോൾ ഇതുപോലെ കൈ തരുന്ന ആൾക്കാർ മോശമാണെങ്കിൽ അപ്പോഴും ഇതുപോലെ തന്നെ പറയും. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ജീവിച്ചു പോകണം എന്ന് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. റാങ്ക് 1 കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരെയും ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വളരെയധികം പ്രോത്സാഹനങ്ങളാണ് തന്നത്. കൺഗ്രാജുലേഷൻ പറഞ്ഞു. അപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എല്ലാവരും അവനോട് അറിയിക്കണം. പിന്നെ അവൻ്റെ നമ്പർ വാങ്ങിച്ച് വിളിച്ചവരുണ്ട്, പിന്നെ നേരിട്ട് ഞങ്ങളെ വിളിച്ച് പ്രോത്സാഹനങ്ങളൊക്കെ അറിയിച്ചവരുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമാണത്. രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാറില്ല, എങ്കിലും രാവിലെ കറക്റ്റ് ടൈമിന് തന്നെ എഴുന്നേറ്റ് അവൻ കറക്റ്റായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അവന് ഹെൽപ്പുകൾ മാത്രമേ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരാറുള്ളൂ. SSCക്ക് ഇവൻ പോകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ
ബാങ്ക് കോച്ചിങ് ആണെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടിയും അഗ്രികൾച്ചറുകാർക്ക് കുറച്ചും കൂടിയും ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഇനി അത് നല്ലതാണോ അതോ ഇനി അഗ്രികൾച്ചറിൻ്റെ ജോബുകൾ അതിൻ്റെ ടെസ്റ്റുകൾക്കാണോ പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ പഠിച്ചു തുടങ്ങിയപ്പോൾ അവൻ അത് എന്തായാലും നേടിയെടുക്കും എന്നുള്ളൊരു വിശ്വാസം അവനുള്ളത് കൊണ്ട് നമുക്കും അത് വളരെ സന്തോഷമായിട്ട് തോന്നി. ഇതെൻ്റെ അനിയൻ വിഷ്ണു. ഇവനിപ്പോൾ കോയമ്പത്തൂർ ബിടെക് അഗ്രികൾച്ചറിന് 3rd ഇയർ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനിൽ അനിയൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ഒക്കെ അനിയൻ്റെ സപ്പോർട്ടും മോട്ടിവേഷനും എനിക്കുണ്ടായിരുന്നു. ചേട്ടന് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ലെങ്കിലും ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ചേട്ടനെ കണ്ട് പഠിക്കാനാണ് എൻ്റെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറയുക. കാരണം അവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ എന്നും ചേട്ടൻ എനിക്കൊരു മോട്ടിവേഷനാണ്. എനിക്ക് ഏതെങ്കിലും ബാങ്ക് പോലത്തെ എക്സാംസിന് ക്ലിയർ ചെയ്യാനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇനി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ചേട്ടനെ 1ാം റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂംമേറ്റ്സിനോട് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഭയങ്കര അവരും ഹാപ്പിയാണ്. ഇതെൻ്റെ അച്ചാച്ചൻ ഇപ്പോൾ ലീഗൽ മെട്രോളജി വർക്ക് ചെയ്യാണ്. തിരുവനന്തപുരത്തേക്ക് റേസിലേക്ക് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി അച്ചാച്ചനും എൻ്റെ കൂടെ വന്നിട്ട് അങ്ങനെയാണ് ഇതാക്കിയത്. അവിടെ കൊണ്ട് ചേർക്കാനായിട്ട് ആദ്യം ഞങ്ങൾ ഒരുമിച്ച് പോയി സെൻറ്ററൊക്കെ കണ്ടു. അപ്പോൾ സെൻറ്ററൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിന് ശേഷം പിന്നത്തെ ആഴ്ചയാണ് അവിടെ കൊണ്ടാക്കിയത്. പിന്നെ കൊണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ഇവൻ നേടും എന്നുള്ളത്. പക്ഷേ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന് അറിയില്ല. എങ്കിൽ പോലും അത് ഫസ്റ്റ് തന്നെ 1ാമത്തെ റാങ്ക് കേരളത്തിലും മേടിച്ചപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ ഇനി അടുത്ത ഡിഗ്രി ലെവലും കൂടിയും നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ നേടണം എന്നാണ് അടുത്ത ആഗ്രഹം. പഠിക്കാനൊക്കെ മിടുക്കനാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ടി വി കണ്ടാലും ആളൊരു പുസ്തകം കിട്ടുകയാണെങ്കിൽ ആളത് വായിക്കുമായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കുകയും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ആൾ പിന്നെ അങ്ങനെ ഒരു ശല്യമോ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. എപ്പോഴും നല്ല ബോൾഡായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നല്ല ഇതായിരുന്നു. അല്ല, അവൻ എന്ത് നന്നായിട്ട് പഠിച്ചാലും നേടുന്ന ഉറപ്പാണ്. അതുമാതിരി അതിനുവേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഈ ജേണിയിൽ എനിക്ക് ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. ആദ്യം തന്നെ എൻ്റെ അപ്പൻ, അമ്മ, അനിയൻ, എൻ്റെ വീട്ടുകാർ, അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ റേസിൽ വന്ന് ജോയിൻ ചെയ്യുന്നതും ഈ ഒരു ജേണി തുടങ്ങുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാർ, ഇപ്പോൾ റേസിൽ എൻ്റെ ഒപ്പം ബേസിക് സർക്കിളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരും അല്ലാതെ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കൂട്ടുകാരും പിന്നെ അല്ലാതെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാം ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും ഇല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ എനിക്ക് റേസിലെ എൻ്റെ മെൻറ്റേഴ്സ് ഗോകുൽ സാറും അഞ്ജന മിസ്സുമായിരുന്നു. അപ്പോൾ അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം എനിക്ക് SSC ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ബേസ് എനിക്ക് കിട്ടിയത് ബേസിക് സർക്കിളിൽ എൻ്റെ മെൻറ്റേഴ്സ് അവരുടെ ക്ലാസ്സിലൂടെയാണ്. സോ എ സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എനിക്ക് നല്ല ഫെസിലിറ്റീസ്, ലാബ് ഫെസിലിറ്റീസും ലൈബ്രറി ഫെസിലിറ്റീസും എല്ലാം നൽകിയ റേസിലെ ഫാക്കൽറ്റീസിനോടും ഫുൾ മൊത്തം റേസ് ടീമിനോടും എ ബിഗ് താങ്ക്സ്.